വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നീറ്റ് റിലേറ്റഡ് ആണ്. കുറേ നാളായിട്ട് നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെക്കും. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഇയർ MBBS കയറുന്ന കുട്ടികൾ കുറേ പേഴ്സണലായിട്ട് കുറേ കുട്ടികൾ MBBS റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അതിനൊന്ന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്തത്. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ നീറ്റിന് പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് നമ്മൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷേ അറിഞ്ഞോ അല്ലെങ്കിൽ അറിയാണ്ടോ നമ്മൾ ചെയ്യുന്ന കുറേ മിസ്റ്റേക്സുകളുണ്ട്. അത് നമ്മുടെ നീറ്റിന്റെ പ്രിപ്പറേഷന് അല്ലെങ്കിൽ നീറ്റിന്റെ മാർക്കിന് വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്, നല്ല രീതിയിൽ നമ്മുടെ പ്രിപ്പറേഷൻ നന്നായിട്ട് പോകാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തതും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലാക്ക് ഓഫ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ലാക്ക് ഓഫ് പ്രോപ്പർ ടൈം ടേബിൾ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അതായത് നമുക്ക് നമ്മുടെ നീറ്റിന്റെ പ്രിപ്പറേഷനിലെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. അതായത് എൻ്റെ നീറ്റിന്റെ റിപ്പീറ്റ് ചെയ്ത സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത കാര്യം അത് തന്നെയായിരുന്നു. പ്രോപ്പറായിട്ട് പഠിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഒരു ഐഡിയ ഇല്ലാണ്ട് രാവിലെ എഴുന്നേറ്റ് കുറേ നേരം ആലോചിച്ച് സമയം കളഞ്ഞിട്ട് തോന്നുന്നു ഏതൊക്കെയോ സബ്ജക്റ്റ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതി ഇല്ലാണ്ട് വെറുതെ പഠിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ നീറ്റിന്റെ റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഒത്തിരി അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടൊരു സ്ട്രാറ്റജി ഇല്ലെങ്കിൽ അത് നമ്മുടെ നീറ്റിന്റെ പ്രിപ്പറേഷനെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജി വെച്ച് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പ്രാക്ടീസ് ആണ്. ഈ ഒരു കാര്യം കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയിലും ഫിസിക്കൽ കെമിസ്ട്രിയിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അതായത് പ്രോബ്ലംസ് വരുന്ന കാര്യത്തിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫിസിക്സിന്റെ ഒരു ഫോർമുല പഠിച്ചു, ആ ഫോർമുല വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. പിന്നെ നമ്മൾ ഓർക്കും ഓക്കെ നമ്മൾ പക്കയാണ്. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യത്തില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതായിട്ട് അറിയാം, അപ്പൊ ഇത് വേണ്ട, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ മാറ്റണം. നിങ്ങൾ എത്ര ചെയ്ത് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഒരു 10 തവണ ചെയ്താലും 11ാമത്തെ തവണ നിങ്ങളത് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഫോർമുല വെച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മളത് ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഞാൻ എൻ്റെ നീറ്റിന്റെ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യരുത്. നമ്മൾ മാക്സിമം നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഒരേ ഫോർമുലയിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നാളെ നമുക്ക് എക്സാമിന് ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ചില ഫോർമുല കണ്ടിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കും, പക്ഷെ അതേ ഫോർമുല വെച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ നമുക്ക് രണ്ടും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റണമെങ്കിൽ മാക്സിമം ആ ഒരു ഫോർമുല വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്യാതെ പോവരുത്. മാക്സിമം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. മൂന്നാമത്തെ കാര്യമാണ് ലാക്ക് ഓഫ് എക്സാം. അതായത് നിങ്ങൾ കുറേ തിയറി പഠിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എക്സാംസ് ചെയ്യുന്നില്ല. അതിപ്പോൾ ഈവൻ ബയോളജി ആണ്. ബയോളജിയിൽ നിങ്ങൾക്ക് തിയറി നോളജ് നല്ലപോലെ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ കുറേ എക്സാംസ് എഴുതി നിങ്ങൾ പഠിക്കണം. അത് ചെയ്യുന്തോറും നമ്മൾ ഏതൊക്കെ പാർട്ടിലാണ് നമ്മൾ വീക്ക്, ഏതൊക്കെ പാർട്ടിലാണ് നമ്മൾ സ്ട്രോങ്, നമുക്ക് എത്രത്തോളം ടൈം മാനേജ് ചെയ്തിട്ട് നമുക്ക് ഒരു ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബയോളജിക്ക് എത്ര സമയം എടുക്കുന്നുണ്ട്, കെമിസ്ട്രിക്ക് എത്ര സമയം എടുക്കുന്നുണ്ട്, നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കുറേ എക്സാംസ് നമ്മൾ ചെയ്യണം. നിങ്ങൾ അതുപോലെ എക്സാംസ് നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ ചുമ്മാ പഠിച്ച് മാത്രമാണ് പോകുന്നത്. ഈ ഒരു സ്റ്റേജിൽ ഏകദേശം നമ്മളൊരു എക്സാമിന്റെ ഒരു മിഡിൽ പോർഷൻ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എക്സാം ചെയ്ത് പഠിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. സോ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്ത് ഫുള്ള് തിയറി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നീറ്റിന്റെ എക്സാമിന് വല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യും. സോ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ എക്സാംസ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാം. നാലാമത്തെ കാര്യമാണ് സോഷ്യൽ മീഡിയ. അതായത് നമുക്കറിയാം, നമുക്ക് ഫുൾ ടൈം പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല. നമ്മൾ കുറച്ച് സമയങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബോ ഇൻസ്റ്റയോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യും. അത് നമ്മൾ തെറ്റല്ല, പക്ഷേ അത് ഓവർ ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റഡീസിനെ വല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യും. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു 1 ഇയർ നമ്മുടെ പഠിത്തത്തിന് വേണ്ടി, നമ്മൾ ആഗ്രഹിച്ച ഒരു ഡ്രീമിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുകയാണ്. സോ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എക്സാം തന്നെ ആയിരിക്കണം, എക്സാമിന്റെ പ്രിപ്പറേഷൻ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഓവർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്തായാലും മാറ്റി വെക്കണം. നമുക്ക് എൻജോയ്മെന്റ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രീ ടൈം വേണമെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് ഫോണിലോട്ട് കൊടുക്കരുത്. നിങ്ങൾ ആ സമയത്ത് നമ്മുടെ ഫാമിലി ആയിട്ട് ഒന്നിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതല്ലാണ്ട് ഓവറായിട്ട് ഫോൺ ഇല്ലാത്ത രീതിയിലുള്ള എൻജോയ്മെന്റോ കാര്യങ്ങളോ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ തന്നെ ഫോൺ യൂസ് ചെയ്താലും അതിൻ്റെ ഡ്യൂറേഷൻ
കുറയ്ക്കുക. നല്ല രീതിയിൽ കുറയ്ക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. അത് കുറച്ചിട്ട് മാക്സിമം നമ്മളെ ടൈം പഠിത്തത്തിന് തന്നെ നമ്മൾ കൊടുക്കണം. കാരണം പേഴ്സണലായിട്ട് എനിക്കറിയാം കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് ഇട്ടു, ചേച്ചി ഫോണ് നോക്കി നോക്കി ഇരിക്കുകയാണ്, പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല. സോ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിവില്ലാത്തിട്ടോ പഠിക്കാനുള്ള മോട്ടിവേഷനോ ഇല്ലാത്തിട്ടല്ല, പഞ്ച്വാലിറ്റി ഇല്ല. അതാണ് അവിടെ കാണിക്കുന്നത്. നമ്മൾ എപ്പോഴും നമ്മുടെ പഠിത്തത്തിന്റെ കാര്യത്തിൽ ഭയങ്കര പഞ്ച്വലായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇയറിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ഡ്രീം ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിൽ നമുക്ക് എത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ യൂസേജ് നമ്മൾ കുറച്ച് നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടത് തന്നെയാണ്. അടുത്ത 5ാമത്തെ കാര്യമാണ് നോട്ട് ഫോളോയിങ് എ പ്രോപ്പർ ഗൈഡ് ലൈൻ. അതായത് നമുക്കറിയാം നമ്മൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളായിരിക്കും, ലൈക്ക് ബ്രില്യൻ, സൈലം, അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളായിരിക്കും നമ്മൾ. ആ സമയത്ത് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് തരുന്ന ഒരു ഗൈഡ് ലൈൻ ഉണ്ടായിരിക്കും. എന്തായാലും ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്, അപ്പൊ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ പഠിത്തത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പഠിത്തത്തിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സോ അത് നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ഫോളോ ചെയ്യണം. ലൈക്ക് എക്സാംസ് ആയാലും അല്ലെങ്കിൽ എക്സാംസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയുന്ന കുറേ കാര്യങ്ങളാവും, അത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്തിട്ട് അത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ പഠിക്കണം. 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. ഈ ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിട്ട് പറയാം. പോസിറ്റീവ് ഓവർ തിങ്കിങ് ഉണ്ട്, നെഗറ്റീവ് ഓവർ തിങ്കിങ് ഉണ്ട്. പോസിറ്റീവ് ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോഴേക്കും ഞങ്ങളെല്ലാം ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം അതിനുള്ള ഒരു ലിവിങ് എക്സാമ്പിൾ ആണ്. ഞങ്ങളൊക്കെ ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ പറയും, അടുത്ത വർഷം ഈ സമയത്ത് ഞാനിങ്ങനെ മെഡിക്കൽ കോളേജിൽ ഇരിക്കും. നമ്മൾ പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്താണ് ഈ ആലോചനകൾ. അടുത്ത സമയത്ത് ഈ ഒരു കോളേജിൽ ഞാൻ ഭയങ്കര ടോപ്പ് ആവും, എന്നിട്ട് എൻ്റെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ആൾക്കാരൊക്കെ വരും. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുക, ലൈക്ക് തിങ്ക് ചെയ്യാം. പക്ഷെ ഓവർ ആയിക്കഴിഞ്ഞാൽ അത് വല്ലാത്ത പ്രശ്നമാണ്. കാരണം നമ്മൾ പഠിക്കാണ്ട്, അതായത് 1 മണിക്കൂർ പഠിക്കാതിരിക്കുമ്പോൾ 1/2 മണിക്കൂറും നമ്മൾ പല ആലോചനകൾ, നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വരുന്നു, അതല്ലെങ്കിൽ നമ്മൾ കോളേജിൽ ജീവിക്കുന്നു, അല്ലെ ക്ലാസ്സിലിരിക്കുന്നു, ആ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെയ്യാം, അങ്ങനെ തിങ്ക് ചെയ്യാം, അതുപോലെ തെറ്റൊന്നും കാര്യമല്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാതെ അത് മാത്രം ആലോചിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല. ഇനി നെഗറ്റീവ് ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോഴേക്കും, അയ്യോ എനിക്കിത് കിട്ടുമോ, ഞാൻ പഠിച്ചൊക്കെ മറന്നുപോയി, ഞാൻ തോറ്റു, ഉറപ്പായിട്ട് ഞാൻ തോറ്റു, അയ്യോ ഇത്രയും കാശ് മുടക്കി വെറുതെയാണോ, ഇപ്പൊ ഇത്രയും സമയം കളഞ്ഞ് പഠിക്കുന്നത് വെറുതെ ആണോ എന്ന രീതിയിൽ അങ്ങനെ കളഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതും നമ്മുടെ പഠിത്തത്തിനെ അഫക്റ്റ് ചെയ്യും. സോ ആ 2 രീതിയിലുള്ള ഓവർ തിങ്കിങ് വേണ്ട. പ്രത്യേകിച്ച് നെഗറ്റീവ് ഓവർ തിങ്കിങ് ഒട്ടുമേ വേണ്ട. പോസിറ്റീവ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ആ ഓവർ മാറ്റി പോസിറ്റീവ് തിങ്കിങ് ആവാം, പക്ഷെ അത് ഓവറാക്കി നമ്മുടെ പഠിത്തത്തിനെ അഫക്റ്റ് ചെയ്യാതെ നോക്കുക. 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ് ആണ്. ഈ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചതിന് ശേഷം അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ പ്രോബ്ലംസോ നമ്മൾ നല്ല രീതിയിൽ സോൾവ് ചെയ്തു, ലൈക്ക് നമുക്ക് കോൺഫിഡന്റ് ആണ്, നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തല്ലോ. പക്ഷേ അത് ഒരു ഓവർ കോൺഫിഡന്റ് ആയിട്ട് മാറുമ്പോൾ നമുക്കൊരു ഫീലിംഗ് വരാം, ഞാനെല്ലാം പഠിച്ചല്ലോ, എനിക്ക് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ട്, ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്, അതുകൊണ്ട് ഇനി എനിക്ക് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും, ഇത്രയും ടഫായിട്ടുള്ള ഒരു പോർഷൻ ഞാൻ ഇത്രയും പെട്ടെന്ന് ചെയ്തെങ്കിൽ ഇതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ പറ്റും, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാം. അങ്ങനത്തെ രീതിയിലുള്ള ഓവർ കോൺഫിഡൻസ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ അഫക്റ്റ് ചെയ്യും. കാരണം നമുക്ക് പല രീതിയിലും പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ബ്രില്യന്റിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ല ടോപ്പിലായിരുന്ന പല കുട്ടികളും ലാസ്റ്റ് എക്സാം വന്നപ്പോഴേക്കും താഴോട്ട് വന്നിട്ടുള്ള കുറെ കഥകൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓവർ കോൺഫിഡൻസ് ഒരിക്കലും നല്ലതല്ല. ഇനി അടുത്ത 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോട്ട് ഓഫ് ഡിസ്ട്രാക്ഷൻ. ഈ ലോട്ട് ഓഫ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുമ്പോഴേക്കും അത് നമ്മുടെ സൈഡിൽ നിന്ന് വരുന്നതാകാം, അതുപോലെ തന്നെ നിങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്തതുമായിരിക്കാം. നമ്മളെ സൈഡിൽ നിന്ന് വരുന്നത് കൂടുതലായിട്ടും ഈ ഫോൺ നോക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയി ഫോൺ നോക്കിയിട്ട് പിന്നെ അതിനെ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഇൻഡയറക്ട്ലി നമ്മുടെ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പേരൻസ് ആയിരിക്കും. കാരണം നമ്മൾ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ പല പേരൻസിനും അറിയണമെന്നില്ല. അതിൻ്റെ രീതിയിൽ ചിലപ്പോൾ നമുക്ക് വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ കേൾക്കണം. നമ്മുടെ ചിലപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് എന്താ പറയുക, നമ്മളെ നോക്കി കളിയാക്കും കാര്യങ്ങളുണ്ടാവും, ബന്ധുക്കൾ കളിയാക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് വല്ലാത്ത രീതിയിൽ നമ്മളെ മൈൻഡിനെ വല്ലാത്ത രീതിയിൽ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഡ്വൈസ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇഗ്നോർ ചെയ്യുക. ആ ഒരു സിറ്റുവേഷനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക. അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടിരുന്നാൽ നിങ്ങളുടെ സമയം പോകും. ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നിങ്ങൾക്കത് എക്സ്പ്ലനേഷൻ കൊടുക്കാം, ആൻസർ ചെയ്യാം. എപ്പോൾ? നിങ്ങളുടെ വിജയം വെച്ചിട്ട്. നിങ്ങളെ വിജയിച്ച് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു മെഡിക്കൽ കോളേജിൽ കയറിയിട്ട് നിങ്ങൾക്ക് അവരുടെ മുന്നിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഉത്തരം കൊടുക്കാം. സോ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതുവരെ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇഗ്നോർ ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. സോ അതുകൊണ്ട് നിങ്ങൾ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട്, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഒന്ന് പഠിക്കുക.
സോ ഇതൊക്കെയാണ് നീറ്റ് പോലത്തെ പല എൻട്രൻസ് എക്സാമിന് നമുക്ക് വരുത്തുന്ന മെയിൻ ആയിട്ടുള്ള കുറേ മിസ്റ്റേക്സുകൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു മിസ്റ്റേക്സുകളിൽ നിങ്ങൾ ഏതൊക്കെ മിസ്റ്റേക്സ് ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ നീറ്റിന്റെ പ്രിപ്പറേഷൻ വളരെ ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുക. അപ്പൊ അത്രേ ഉള്ളൊരു വീഡിയോ. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.